Good morning, BICC. Good morning. Wow, ഒരുപാട് ചിരിക്കുന്ന മുഖങ്ങളെ കാണാൻ കഴിയുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും എക്സൈറ്റഡ് ആണോ? ഓക്കെ. സോ ആദ്യമായിട്ട് തന്നെ നമ്മുടെ ഈ ഫ്ലൈറ്റിന്റെ ക്യാപ്റ്റനും ഒരുപാട് അഭിനന്ദനങ്ങൾ. നിങ്ങളുടെ ലുക്കും വരെ എനർജിയും അമേസിംഗ് ആണ്, റൈറ്റ്? സോ നല്ലൊരു സെഷൻ നമ്മള് എന്താ ഈ ഒരു മോഡ്യൂൾ BICC തുടങ്ങിയത് തന്നെ VC ശാന്തനുമാണ്, റൈറ്റ്? സോ ഞാൻ എന്റെ ബിസിനസ്സിൽ ഫസ്റ്റ് ഡേ തൊട്ട് കാണുന്ന ഒരു വ്യക്തിയാണ് ശാന്തനു. ദെൻ നമ്മുടെ എല്ലാമായിട്ടുള്ള VC മനീഷ് ഭായ്, റൈറ്റ്? സോ നമ്മൾ എപ്പോഴും ശാന്തനു പറഞ്ഞ പോലെ തന്നെ ആ ഒരു തേർഡ് കാറ്റഗറിയിലുള്ള ആളുകളായിട്ടാണ് നമ്മൾ ഈ സെഷൻ അറ്റൻഡ് ചെയ്യുന്നത്, റൈറ്റ്? ഞാൻ എന്റെ എപ്പോഴും ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ് ചെയ്യുന്നു എന്നുള്ളതിന് അഭിമാനം കൊള്ളുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങളിപ്പോ എന്താണ് നമ്മുടെ ഇൻഡസ്ട്രി കാര്യങ്ങൾ എന്നുള്ളതൊക്കെ നിങ്ങൾ കേട്ട് കഴിഞ്ഞു ഓൾറെഡി, റൈറ്റ്? ഞാൻ അതിനേക്കാളും കുറച്ചുകൂടി പറയാൻ വേണ്ടി പോകുന്നു. സോ എന്താണ് ക്യൂനെറ്റ്, റൈറ്റ്? നമ്മുടെ ഈ കമ്പനിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 പോയിന്റ് എന്ന് വെച്ചാൽ, ഒന്ന്, നമ്മള് ക്യൂനെറ്റിൽ നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റി, അതിൽ തന്നെ നമ്മൾ BIയുടെ ഭാഗമായിട്ട് മാറാൻ നമുക്ക് പറ്റി എന്നുള്ളത് രണ്ട് ഇമ്പോർട്ടന്റ് കാര്യമാണ്. സോ എനിക്കൊരു ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ല. ഞാൻ വരുന്നത് ഒരു അഡ്വർടൈസ്മെന്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ്. എന്റെ ഒരു ഫ്രണ്ട് ഫ്രാങ്ക് എന്നോട് പറഞ്ഞു, ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഓക്കെ, അമേസിങ് ബിസിനസ് ആണെന്ന് പറഞ്ഞു. എനിക്ക് ഒന്നും അറിയില്ല. ഞാനൊരു ഓപ്പർച്യൂണിറ്റി നോക്കുന്ന ഒരാളായതുകൊണ്ട് ഞാൻ അവള് ഫ്രാങ്കിന്റെ കൂടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ആ സമയത്ത് സൂമോ കാര്യങ്ങളൊന്നും ഇല്ല. എന്റെ അടുത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല ബിസിനസ് തുടങ്ങുന്ന സമയത്ത്. ഞാൻ ലോൺ എടുത്തിട്ടാണ് ആ സമയത്ത് ബിസിനസ് തുടങ്ങുന്നത്. എന്താണ് അതിലേക്ക് എന്നെ തള്ളിയത്, എന്നെ പുഷ് ചെയ്തത് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. ഞാൻ തുടങ്ങുന്ന സമയത്ത് ഈ കമ്പനി ഒരു 15 വർഷം പഴക്കമുള്ള കമ്പനിയായിരുന്നു. ഇന്ന് ഏകദേശം 27 വർഷത്തോളം പഴക്കമുള്ള ഒരു കമ്പനിയായിട്ട് മാറി. സോ ദ കമ്പനി ഈ 25 വർഷം കൊണ്ട് എന്തൊക്കെ ചെയ്തു എന്നുള്ളത്, ലോകത്ത് എന്തൊക്കെ മാറ്റങ്ങൾ വന്നു, ആ മാറ്റങ്ങൾക്കെല്ലാം അനുസരിച്ചിട്ട് നമ്മളെ കമ്പനി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ കമ്പനിയെ പറ്റി പറയുകയാണെങ്കിൽ ഒരു രാജ്യത്തെ ഒരു കോണ്ടിനെന്റിലും ലോകത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും ഇന്ന് ഈ കമ്പനിക്ക് ബിസിനസ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്. മനീഷ് ഭായ് തുടങ്ങുമ്പോ തന്നെ കണ്ണട എടുത്ത് മാറ്റിയിട്ട് നിങ്ങളോട് പറഞ്ഞല്ലോ, ഫ്യൂച്ചർ ഈസ് ബ്രൈറ്റ് ആണ് ത്രൂ ഈ ഒരു പ്ലാറ്റ്ഫോം.
ഇ കൊമേഴ്സ് എപ്പോഴും ഒരു ഫ്യൂച്ചറാണ്. കാരണം ഇനി ഈ എല്ലാം വരുന്നത് ഇ കൊമേഴ്സിലാണ്. ഇ കൊമേഴ്സ് ആണ് ഒരു ഫ്യൂച്ചർ ആയിട്ട് വരുന്നത്. യൂണിറ്റ് നമുക്ക് മനീഷ് ഭായി പറഞ്ഞ പോലെ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ആണ് ഉണ്ടാക്കി തരുന്നത്. മനസ്സിലായോ? നമുക്ക് ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിൽ ചെന്ന് ഇരുന്ന് നമ്മള് ബിസിനസ് ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ കൺവിൻസിങ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുകള്, പ്രൊഡക്റ്റുകള്, ആഫ്റ്റർ സർവീസ്, ഇതൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഒരു കമ്പനി നടത്തുമ്പോൾ അതിന്റെ ഒരുപാട് സെയിൽസ്, മാർക്കറ്റിംഗ്, ഫിനാൻഷ്യൽ കൺട്രോൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മാനേജ് ചെയ്യേണ്ടി വരും. ഇതിൽ 80% കമ്പനിയാണ് നോക്കുന്നത്. നമ്മൾ വെറും അതിന്റെ പ്രൊമോഷൻ. ഞാൻ ബിസിനസ് തുടങ്ങുമ്പോൾ എനിക്ക് ബിസിനസ് പ്ലാൻ ബിയും ജോബ് പ്ലാൻ എ ആയിരുന്നു. പക്ഷെ ഇന്ന് ടുഡേ എനിക്ക് എയും ബിയും എല്ലാം ബിസിനസ് ആണ്. നാല് ഇമ്പോർട്ടന്റ് കാര്യങ്ങളാണ് ഞാൻ ഈ ബിസിനസ്, ഈ കമ്പനി ചൂസ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട 4 കാര്യം. അതിൽ ഒന്നാമത്തെ കാര്യം നമ്മുടെ കമ്പനിയുടെ ഫൗണ്ടേഴ്സ് ആണ്. അപ്പൊ ആരൊക്കെയാണ് കഴിഞ്ഞ ഇത് ആളുകള് ഫിസിക്കലി, ഫിസിക്കൽ ഈവന്റ് അറ്റൻഡ് ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ ഫൗണ്ടറുടെ ധാതുഷ വിജയ് ഈശ്വരനും അതേപോലെ തന്നെ ജോസഫ് ബിസ്മാർക്കിനെ പറ്റി. ഈ 28ാമത്തെ വർഷം ഈ കമ്പനി റൺ ചെയ്യുന്നത്. സോ എത്ര ആൾക്കാർക്ക് അറിയാം, ഈ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഇവരെല്ലാരും വേറൊരു നെറ്റ്വർക്കിംഗ് കമ്പനി ചെയ്യുകയായിരുന്നു, റൈറ്റ്? അങ്ങനെ പെട്ടെന്ന് ആ കമ്പനി അവരുടെ പ്രവർത്തനം നിലച്ചു. അപ്പൊ ഇവർക്കൊക്കെ പേയ്മെന്റ് കിട്ടാത്ത അവര് പിന്നെ ഈ കസ്റ്റമേഴ്സും ഇവരെ ടേക്ക് കെയർ ചെയ്യാനോ ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനോ ഒന്നും തയ്യാറായില്ല. അവിടെ നിന്നാണ് അവരെ വെച്ചുകൊണ്ടാണ് നമ്മളെ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അന്ന് നമ്മളെ കമ്പനി അവർക്ക് കൊടുത്തൊരു വാഗ്ദാനമുണ്ട്. ആ വാഗ്ദാനം ഇന്നും ഓരോ ആളുകളോടും കമ്പനി പ്രോപ്പറായിട്ട് നിറവേറ്റിക്കൊണ്ട് പോകുന്നുണ്ട്. ഈ 2025 പഠിക്കുമ്പോൾ ഇത് ഇനിയും വർഷങ്ങളോളം മുന്നോട്ട് പോകും. ധാതുശ്രീ വിജയ് ഈശ്വരന്റെ ബാക്ക്ഗ്രൗണ്ട് പറയുകയാണെങ്കിൽ അദ്ദേഹം IBM കമ്പനി ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ നിന്ന് ഗ്രാജുവേഷൻ നേടിയിട്ട് അദ്ദേഹം
IBM കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. ജാപ്പദാസ് ബിസ്മാർക്ക് സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ് ഫിലിപ്പീനിൽ റൺ ചെയ്യുന്ന ഒരാളാണ്. എന്നിട്ടും അദ്ദേഹം ഇത് ബിസിനസ് തെരഞ്ഞെടുത്തു. റൈറ്റ്. ഇതാണ് നമ്മളെ കമ്പനിയുടെ DNA എന്ന് പറഞ്ഞത്, ഈ രണ്ട് വ്യക്തികൾ. ഞാൻ ദുബായിലെ ഒരു റീജിയണൽ മീറ്റിംഗിന് ചെന്ന സമയത്ത് അവിടെ ഒരു ബാനർ കണ്ടിരുന്നു, ടച്ചിങ് ബില്യൺ പീപ്പിൾസ് ഹാർട്ട്. ഇന്ന് ആ ഒരു ആഡ് അല്ലെങ്കിൽ ആ ഒരു ബാനർ ഇന്ന് കൂടുതൽ സക്സസ്ഫുള്ളി ഇന്ന് ആളുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സാധാരണക്കാരായിട്ടുള്ള നിങ്ങൾക്കും എനിക്കും ഈ ഒരു ഫൗണ്ടേഴ്സിന്റെ ഒരു അല്ലെങ്കിൽ നമ്മുടെ ഈ കോ ഫൗണ്ടേഴ്സിന്റെ ഒരു ക്രെഡിബിലിറ്റിയാണ്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, ഇതിന്റെ ഒരു പഴക്കം, ഇതിന്റെ ഒരു 90% പുതിയ ബിസിനസ്സുകളും പരാജയപ്പെടുന്ന ആദ്യത്തെ 5 വർഷം കൊണ്ടാണ്. ബാക്കി വരുന്ന 10%-ത്തിലെ ഒരു 90% 10 വർഷം കൊണ്ട് പരാജയപ്പെടും. ബാക്കി വരുന്ന 1% ഒരു ഡെക്കേഡ്സ് കവർ ചെയ്ത് പോകുന്നത്. എന്നാൽ നമ്മളെ കമ്പനി ഇന്ന് ഇപ്പൊ കഴിഞ്ഞ സമയം നമ്മൾ 27ാം ആനിവേഴ്സറിയാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തത്. കഴിഞ്ഞ കുറച്ച് സമയം മുമ്പ് ഞാൻ നമ്മളെ കമ്പനി ടവറിൽ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന നമ്മളെ ഫൗണ്ടർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് ജസ്റ്റ് ഒരു തുടക്കമാണ്. ഈ 27ാം ആനിവേഴ്സറി സെലിബ്രേഷൻ എന്ന് പറഞ്ഞ ഒരു തുടക്കം മാത്രമാണ്. എന്തിന്റെ തുടക്കമാണ്? അടുത്തൊരു 27 വർഷം നമ്മൾ ബിൽഡ് ചെയ്യാൻ മാത്രമാണിത്. അപ്പൊ അവരുടെ വിഷൻ എന്തുമാത്രമാണ്. അതെ, ഇതാണ് ഒരുപാട് എന്താ പറയാ, നമുക്ക് എനിക്ക് ഈ ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ പ്രോപ്പറായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു വിഷൻ കിട്ടിയത്. ഏതൊരു സക്സസ് സ്റ്റോറി നമ്മൾ എടുക്കുന്ന സമയത്തും എത്ര നാളായിട്ട് അവർ ആ സക്സസ് സ്റ്റോറിക്ക് പുറകിലുണ്ട് എന്നുള്ളത് ഒരു വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ 2013 ഈ ബിസിനസ് എന്നോട് എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ പറഞ്ഞത്, ഇത് വളരെ പെട്ടെന്ന് തന്നെ ഇത് പൊട്ടിക്കെട്ടി പോകും. ഇത്തരത്തിൽ ആളുകളുടെ നെഗറ്റീവ് പ്രൊഡിക്ഷൻ എല്ലാം എന്താ പറയാ ഓവർകം ചെയ്തിട്ടാണ് കമ്പനി 27ാം ചെയ്യുന്നത്. റൈറ്റ്. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഒരു വിന്റേജ് കമ്പനിയാണ്, 27 വർഷം പഴക്കമുള്ള ഒരു കമ്പനിയാണ്. ഓക്കെ. ഈ രംഗത്ത്, ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് രംഗത്ത് നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും ഇങ്ങനെ വിന്റേജ് ഉള്ള കമ്പനികളുടെ എണ്ണം വളരെ കുറവായിരിക്കും.
റൈറ്റ്. അപ്പൊ ഇങ്ങനെയുള്ള ഇന്നും കമ്പനി ഒരു ഇതുമോട് കൂടി വർക്ക് ചെയ്യാണ്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം, നമ്മളുടെ പ്രൊഡക്റ്റ് വെർട്ടിക്കൽസ്. വളരെയധികം എന്താ പറയാ ഡിമാൻഡുള്ള പ്രൊഡക്റ്റുകൾ നമ്മള് ഈ മാർക്കറ്റിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. റൈറ്റ്. സോ ഡിഫറെന്റ് വ്യത്യസ്തമായിട്ടുള്ള പ്രൊഡക്റ്റ് പോളിയോയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഹെൽത്ത് ആൻഡ് വെൽനെസ്, ഹോം ലിവിങ്, ട്രാവൽ, റൈറ്റ്, ഓരോ സെക്ടറുകളായിട്ട് കാണാനായിട്ട് സാധിക്കും. റൈറ്റ്. സോ ഈ ഓരോ മേഖലയിലും ഓരോ ടൈം ടു ടൈമിലും പ്രോപ്പർ ആയിട്ടുള്ള പ്രൊഡക്റ്റ് എക്സ്പാൻഷൻ നമ്മൾ നടത്താറുണ്ട്. ഓരോ സമയത്തും നമ്മളെ കമ്പനി ലോഞ്ചിങ് ചെയ്യുന്ന പുതിയ പുതിയ പ്രൊഡക്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് സമയത്തെ പിന്നെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്സിലൂടെയാണ് മാർക്കറ്റിലേക്ക് എത്തിക്കുന്നത്. ഞാൻ ഏത് പ്രൊഡക്റ്റ് ആദ്യമായിട്ട് കമ്പനി ലോഞ്ച് ചെയ്യുമ്പോഴും ഞാൻ അതിന്റെ ഫസ്റ്റ് ഉപഭോക്താവാൻ ശ്രമിക്കാറുണ്ട്. ഞാനത് വാങ്ങിച്ച് ഉപയോഗിക്കും. റൈറ്റ്. ഇനി നാലാമത്തെ അഫിലിയേഷൻ, അതായത് നമ്മളെ കമ്പനി പാർട്ട്ണർഷിപ്പ് ഉള്ളത്. ഇതെല്ലാം കൂടി പറയാനായിട്ട് ഇപ്പോഴത്തെ സമയമില്ല, അത്രയും കാര്യങ്ങളുണ്ട്. ഞാൻ കുറച്ച് സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. പ്രമുഖരായിട്ടുള്ള നിങ്ങൾ കേട്ടിട്ടുണ്ടാവും CAF, കോൺഫെഡറേഷൻ ഓഫ് ആഫ്രിക്കൻ ഫുട്ബോൾ, അതേപോലെ തന്നെ മലേഷ്യൻ ഹോക്കി ഫെഡറേഷൻ, ഇന്ത്യൻ ഹോക്കി ഫെഡറേഷൻ, PJ സിറ്റി ഫുട്ബോൾ ക്ലബ് ഫ്രം മലേഷ്യ. ഇന്ത്യയിലാണെങ്കിൽ നമുക്കറിയാം ശ്രീലങ്കൻ ക്രിക്കറ്റ് പ്ലെയർ ആയിട്ടുള്ള മുത്തയ്യ മുരളീധരൻ. ഇന്ത്യയിലാണെങ്കിൽ പിന്നെ എന്താ പറയാ ഒരുപാട് പിന്നെ സ്പോർട്സ് താരങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാറുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും മാഞ്ചസ്റ്റർ സിറ്റി ഫുട്ബോൾ ഫെഡറേഷനുമായിട്ടുള്ള ബന്ധം എത്ര ആൾക്കാർ കേട്ടിട്ടുണ്ട്? മാഞ്ചസ്റ്റർ സിറ്റി ഫുട്ബോൾ ക്ലബ്. ഈ മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഒരു കീ പാർട്ണറാണ് ക്വിൻറ്റ് എന്ന് പറയുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വാല്യബിൾ ആയിട്ടുള്ള ഒരു ഫുട്ബോൾ ക്ലബാണ് മാഞ്ചസ്റ്റർ സിറ്റി. 100 വർഷത്തിലധികം പഴക്കമുള്ള കമ്പനിയാണ്, ഒരു ക്ലബാണ് മാഞ്ചസ്റ്റർ സിറ്റി. സോ ഓരോ വർഷവും റെക്കോർഡുകൾ ഭേദിച്ചുകൊണ്ടാണ്
ഈ മാഞ്ചസ്റ്റർ സിറ്റി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ 2014 നമ്മളെ കമ്പനി ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സ്പോൺസർഷിപ്പ് അവരുമായിട്ട് ഉണ്ടാക്കിയതാണെന്നാണോ നിങ്ങൾ കരുതുന്നത്? ഒരിക്കലുമില്ല. കാരണം ഒരിക്കൽ നമ്മൾ അവരൊരു പാർട്ട്ണറായി, വീണ്ടും അത് റിന്യൂ ചെയ്തു, വീണ്ടും അവർ പിറ്റത്തെ 2 വർഷം കഴിഞ്ഞ് വീണ്ടും അത് റിന്യൂ ചെയ്തു, വീണ്ടും അത് ഇങ്ങനെ റിന്യൂ ചെയ്ത് അവര് ഓരോ മനസ്സിലാക്കിയിട്ടാണ് അവർ റിന്യൂ ചെയ്തു പോകുന്നത്. അപ്പൊ ഇതൊരിക്കലും ഒരു 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 എന്താ പറയുക, അപ്രതീക്ഷിതമായിട്ടുണ്ടായ സംഭവമല്ല. റൈറ്റ്. സോ നമ്മളൊരു സിമിയർ കമ്പനി ഉണ്ട്, വാച്ച് മാനുഫാക്ചർ. സോ മാഞ്ചസ്റ്റർ സിറ്റിയുടെ ലോഗോ ഒരു സ്പെഷ്യൽ എഡിഷൻ വാച്ച്. മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഫുട്ബോൾ കാണുന്ന സമയം കാണാൻ വേണ്ടി പറ്റും. ഓരോ സ്ഥലത്തും നമ്മളെ കമ്പനിയുടെ ലോഗോയും പേരുകളും. നിങ്ങൾ എന്താ ചിന്തിക്കുന്നത്? ഈ മാഞ്ചസ്റ്റർ സിറ്റിക്ക് നമ്മളെ കമ്പനിയുമായിട്ട് അസോസിയേറ്റ് ഈ കമ്പനിയെ പറ്റി അന്വേഷിക്കൂലേ? അല്ലെങ്കിൽ അവർക്ക് അതിന്റെ അവർ അഡ്വൈസ് എടുക്കൂലേ? ഈ ലീഗൽ ഒപ്പീനിയൻ എടുക്കൂലേ? അപ്പൊ എന്തായിരിക്കും അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ഒപ്പീനിയൻസ്? എന്തെങ്കിലും ഒരു ബാഡ് ഒപ്പീനിയൻ കിട്ടി നമ്മളൊരു സ്പോൺസറായിട്ട് അക്സെപ്റ്റ് ചെയ്യോ? ഒരിക്കലും ഇല്ല. സോ അവരുടെ എല്ലാ റിസർച്ചും നടത്തി അവർക്ക് കിട്ടിയ ഡാറ്റകൾ അനലൈസിസ് ചെയ്തിട്ടാണ് അവര് നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത്. ഈ 4 കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ബിസിനസ്സുമായിട്ടും ഈ കമ്പനിയുമായിട്ടും ഏറ്റവും കൂടുതൽ അടുപ്പിച്ച കാര്യം. രണ്ടായിരത്തി 13 ബിസിനസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ ഒരുപാട് ഈ കമ്പനിയോടും ബിസിനസ്സിനോടും കടപ്പെട്ടിരിക്കുന്നു. വളരെയധികം അഭിമാനം കൊള്ളുന്നു ഞാൻ ഈ ഒരു കമ്പനിയുടെ ഭാഗമായി മാറാൻ എനിക്ക് സാധിച്ചതിൽ. എൻ്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നാണ്. ഇനി എന്താണ് ബിയോണ്ട് ഇൻഫിനിറ്റി എന്ന് ഞാൻ നിങ്ങളോട് പറയാം. എന്താണ് ഇൻഫിനിറ്റി? പുതിയ ആളുകൾ ചിന്തിക്കുന്നുണ്ടാവും എന്താണ് ഈ ബി ഐ എന്നുള്ളത്. ഞാൻ 12 വർഷത്തിലധികമായി കമ്പനിയുടെ കൂടെ ബിസിനസ് തുടങ്ങിയിട്ട്. സോ ഒരുപാട് വ്യത്യസ്തമായ രീതിയിലൊക്കെ പല സമയങ്ങളിലും ബിസിനസ് ചെയ്ത് പോയിട്ടുണ്ട്. ഈ ബി.ഐയുടെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബിസിനസ്സിലെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളും എഫിഷ്യന്റ് ആയിട്ട് ടെക്നിക്കലി സ്കില്ലുകളൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു അവസരം ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ബി.ഐയിലൂടെയാണ്. സോ 6 പോയിന്റുകൾ വെച്ചിട്ടാണ് ഞാൻ ബി.ഐ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് പറയുന്നത്. ഒന്നാമത്തെ കാര്യം,
സപ്പോർട്ടിംഗ് സിസ്റ്റം. സോ ഒരാള് സൈനപ്പ് ആവാന്നുള്ളതല്ല ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഒരാള് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് അദ്ദേഹത്തിന്റെ സപ്പോർട്ടിംഗ് സിസ്റ്റം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങണം. നമ്മളിപ്പോ വലിയ കമ്പനി ഉണ്ട്, അതിൽ സപ്പോർട്ട് സിസ്റ്റം കുറവാണ്. അതേപോലെ തന്നെ ഒരു ചെറിയ കമ്പനിയിൽ സപ്പോർട്ട് സിസ്റ്റം കൂടുതലാണെങ്കിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഗ്രോ ആവാൻ സാധ്യത ഈ ചെറിയ കമ്പനി വിത്ത് സപ്പോർട്ടിംഗ് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുമ്പോഴായിരിക്കും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എവിടുന്ന് നിങ്ങൾക്ക് പഠിക്കാൻ കിട്ടുന്ന ഓരോ അവസരവും നിങ്ങൾ ഉപയോഗപ്പെടുത്തി പ്രോപ്പറായിട്ട് പഠിച്ച് അതിന്റെ കൂടെ ബിസിനസ് ചെയ്തു പോകണം. ഏതൊരു സ്മൂത്തായിട്ട് പിന്നെ മാറ്റം വരുത്താൻ പറ്റുന്നതാണ് ഈ ഒരു സിസ്റ്റത്തിലൂടെ. ഞാൻ കുറച്ച് വ്യത്യസ്തമായ കമ്പനികളുമായിട്ടൊക്കെ ചേർന്ന് നേരത്തെ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. അത് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ട്രെയിനിങ്ങിന് ശേഷം അവര് നമ്മളെ ഒറ്റക്ക് വിട്ടിട്ട് ചെയ്യാൻ വേണ്ടി പറയുകയും ചെയ്യും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ എപ്പോഴും നമ്മളുടെ കൂടെ നമ്മളെ അപ്ലയൻസ് ആയിട്ടുള്ള ആളുകൾ സപ്പോർട്ടിങ്ങിനായിട്ടുണ്ട്. ഇപ്പൊ ഒരു ബിസിനസ് തുടങ്ങുന്ന ഒരാൾക്ക് ആദ്യമായിട്ട് ഒരു വെൽക്കം മോഡ്യൂൾ കിട്ടുന്ന സമയത്ത് അതിനുശേഷം നമ്മള് എല്ലാവരും ആരും ഈ ഒരു 3% ആളുകളായിട്ടല്ല ജനിക്കും. 97%ലാണ് വി ഓൾ ആർ മോസ്റ്റ്ലി ബോൺ നമ്മൾ ജനിക്കുന്നത്. പക്ഷെ ഈ ഒരു സിസ്റ്റത്തിലൂടെ നമ്മൾ പോകുമ്പോൾ നമ്മുടെ മൈൻഡിനെ നമ്മുടെ ഒരു 3%ലേക്ക് മാറ്റുന്നു. റൈറ്റ്. പിന്നെ നമ്മൾക്ക് ERS, സോ അതോടൊപ്പം നമ്മുടെ ഡ്രീം ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് റൈറ്റ്, നമ്മുടെ ആരും ചോദിച്ചിട്ടുണ്ട്, ജീവിതത്തിൽ നമ്മുടെ ഒരാൾ ചോദിച്ചിട്ടുണ്ടാവില്ല നമ്മുടെ ഡ്രീം ലിസ്റ്റിനെ പറ്റിയിട്ട്. റൈറ്റ്. ദെൻ ഡിഫറെന്റ് വ്യത്യസ്തമായിട്ടുള്ള നെയിം ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക, ഡ്രീം ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. റൈറ്റ്. സോ അങ്ങനെ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, നമ്മൾ എപ്പോഴും ഇത്തരം കാര്യങ്ങളൊക്കെ വെച്ച് നോക്കിയിട്ട് തന്നെ മറ്റുള്ളതെന്ന് വ്യത്യസ്തമാണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്ന ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റമാണ് IIP എന്ന് പറയുന്നത്. അതായത് 24 days IIP എന്ന് പറയുമ്പോൾ ഒരുപാട് ഡിഫറെന്റ് ആണ്. അത് ആ IIP എടുക്കുന്ന ആള് നെറ്റ്വർക്ക് ബിൽഡ് ചെയ്ത്
ഒരുപാട് ലാർജ് എമൗണ്ട് ഏർണിങ്സ് ഉണ്ടാക്കി സക്സസ്ഫുൾ ആയ ആളുകളാണ് ഈ IIP റൺ ചെയ്യുന്നത്. സാധാരണ ഇതിൽ സക്സസ് ആയ ആളുകള് മറ്റ് സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ് ഇല്ല. അവർ സ്വയം സക്സസ് ആവാനാണ് ശ്രമിക്കുക. അതിനുശേഷം നമ്മുടെ ഇവന്റ്സ്, സോ ഓൾറെഡി ഈ വീക്ക് ഓൺ കഴിഞ്ഞു. ഇനി ഏപ്രിൽ നമുക്ക് ഈ ഇവന്റ് നടക്കാൻ വേണ്ടി പോകുന്നു. ഇന്ന് BICC നമുക്ക് ഓൺലൈനിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നു. മുമ്പ് നമുക്കിത് ഫിസിക്കലായിരുന്നു, BTC എന്നായിരുന്നു, ബേസിക് ട്രെയിനിങ് കോഴ്സ് എന്ന് പറഞ്ഞ BTC ഉണ്ടായിരുന്നത്. അത് ഫിസിക്കലായിരുന്നു. സോ BILന്റെ നടുക്ക് നമ്മൾ ഈ BICC ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ആളുകൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ പഠിച്ച് ഗ്രോ ആവാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. BI എന്ന് പറയുന്നത് ഒരു എന്താ പറയാ, ഒരു പ്യൂർ ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ്, ചേഞ്ചസ് ആണ്. ജഡ്ജിങ് മൈൻഡ് സെറ്റ് ഉള്ള ആളുകൾക്ക് ഒന്നും സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല. ശാന്തനു പറഞ്ഞില്ല നമ്മളോട്, നമ്മൾ ജഡ്ജിങ് മൈൻഡ് കഴിഞ്ഞാൽ നത്തിങ് വിൽ ഹാപ്പൻ, റൈറ്റ്? സോ നിങ്ങള് എന്തുമാത്രം ഈ പ്രോസസ്സിൽ ഇൻവോൾവ് ആവുന്നതിനെ ബേസ് ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ നമുക്ക് VSEL എന്ന് പറഞ്ഞ ട്രെയിനിങ് മോഡ്യൂൾ ഉണ്ട്. ഓരോ ആഴ്ചയിലും നടക്കുന്ന സംഭവങ്ങളാണ്. അതുപോലെ സൺഡേ സിസ്റ്റം, ഓരോ ആഴ്ചയും എല്ലാ ഞായറാഴ്ചയും സോ നിങ്ങൾക്കറിയാൻ പറ്റും, നമ്മുടെ പ്രീപെയ്ഡ് ആയിട്ടുള്ള പ്രീപെയ്ഡ് മൊബൈൽ യൂസ് ചെയ്തിരുന്ന സമയത്ത് നമുക്ക് അത് ഇടയ്ക്കിടെ ചാർജ് ചെയ്തുകൊണ്ടിരിക്കണം, റൈറ്റ്? സൺഡേ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റീചാർജിങ് ആണ്. സച്ചിൻ ഭായ് എപ്പോഴും പറയാറുണ്ട്, സച്ചിൻ ഭായിക്ക് ബിസിനസ്സിൽ അപ്ലൈൻ ഉണ്ടായിരുന്നില്ല. ഈ സൺഡേ സിസ്റ്റം അറ്റൻഡ് ചെയ്തിട്ടാണ് അദ്ദേഹം ഈ ബിസിനസ്സിനെ ഇന്ന് ഈ രീതിയിലേക്ക് ആക്കി മാറ്റിയത്, റൈറ്റ്? ഇപ്പൊ നിങ്ങള് ഒരു എമർജൻസി സിറ്റുവേഷനിൽ ഹോസ്പിറ്റലല്ല എങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഒരു ചാൻസും ഇല്ല സൺഡേ സിസ്റ്റം മിസ് ചെയ്യാനായിട്ട്. അത്ര ഇമ്പോർട്ടന്റ് ആണ്. ഓരോ കൾച്ചറും ഡിഫൈൻ ചെയ്യുന്ന അതിന്റെ ഫൗണ്ടേഴ്സിന്റെ ഒരു പെഡിഗ്രി വെച്ചുകൊണ്ടായിരിക്കും. നമ്മുടെ ബിയോണ്ട് ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ പെഡിഗ്രി സ്റ്റാർട്ട് ചെയ്യുന്നത് VP സച്ചിൻ ഗുപ്ത, അതേപോലെ തന്നെ ബിജോയ് ദ, ഇവരിലൂടെയാണ്. They have already tremendous ഒരു എക്സ്പീരിയൻസ് ഉണ്ട് സക്സസ്ഫുൾ ജേർണിയിൽ. ഇന്നും അദ്ദേഹം എത്ര ഗ്രൗണ്ടഡ് ആയിട്ടാണ് VP ആയിട്ട് പോലും നമ്മളോട് സംസാരിക്കുന്നതും വർക്ക് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും നേരിട്ട് അനുഭവം ഉണ്ടാവും.
റൈറ്റ്. സി, എന്റെ ലാസ്റ്റ് കോർപ്പറേറ്റ് എക്സ്പീരിയൻസിൽ എന്റെ ബോസ് എന്റെ ടോപ്പിലുള്ള ഒരാളായിട്ട് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അതിന്റെ മുകളിലേക്കുള്ള ബോസ് ഇതുവരെ കിട്ടില്ല. അതേസമയം ഇന്ന് ഈ ബിസിനസ്സിൽ ഏതൊരാൾക്കും VP സച്ചിൻ ഗുപ്തയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അത്രയും ആക്സസിബിൾ ആണ് അദ്ദേഹം. നമുക്ക് ബിസിനസ്സുകള് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ അതൊന്നും ഓൺടർപ്രണർഷിപ്പ് അല്ല. ഓൺടർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ക്യാഷ് ഏൺ ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കുന്നതും നമ്മുടെ വിഷനും നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ മൈൻഡ് സെറ്റ് എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. റൈറ്റ്. സോ ഈ ഓൺടർപ്രണർഷിപ്പ് ക്വാളിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ട് ഇമ്പോർട്ടന്റ് കാര്യം ഒന്ന് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ്. സോ നിങ്ങളൊരു സംഭവം സ്റ്റാർട്ട് ചെയ്തു. സി, ഈ ഓൺടർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തിയറിറ്റിക്കലി പഠിപ്പിക്കാൻ വേണ്ടി പറ്റുന്ന ഒന്ന് മാത്രമല്ല, എക്സ്പീരിയൻസിലൂടെ പഠിപ്പിക്കേണ്ട കാര്യം. സി, ഇപ്പോ സ്റ്റീവ് ജോബ്സ് ആണെങ്കിലും മാർക്ക് സുക്കംബർഗ് ആണെങ്കിലും അവരൊക്കെ ഓരോ എക്സ്പീരിയൻസിലൂടെ അവര് മനസ്സിലാക്കി അവര് പ്രാക്ടിക്കലി ഇംപ്ലിമെന്റ് ചെയ്യണം. മറ്റ് കുറെ ആളുകള് ഇവരുടെ കൂടെ നിന്നിട്ട് സക്സസ്ഫുൾ ആവുകയാണ് ചെയ്തിട്ടുള്ളത്. റൈറ്റ്. ഈ നിങ്ങള് തോമസ് എഡിസന്റെ ഒരു കാര്യം കേട്ടിട്ടുണ്ടാവും. ഈ ബൾബ് ഉണ്ടാക്കുന്ന സമയത്ത് അദ്ദേഹം നൂറുകണക്കിന് തവണ പരാജയപ്പെട്ടിട്ടുണ്ട്. അതായത് നമ്മൾ ആരും കൂടുതൽ പേരും ഒരു ബിസിനസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളുകളല്ല. അതുകൊണ്ട് തന്നെ നമുക്കൊരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കിട്ടുക എന്ന് പറഞ്ഞത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്.
So, രണ്ടാമത്തെ മെത്തേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷാഡോ ലേണിംഗ് ആണ്. ഈ സെക്കൻഡ് ജനറേഷൻ ആളുകൾ ഓരോന്നും സി ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ മുകേഷ് അംബാനിനെ എടുക്കാം നമുക്ക്. സോ എങ്ങനെയാണ് അദ്ദേഹം ഒരു മില്യനറിലാക്കിയത്? കാരണം അദ്ദേഹം ഒരുപാട് സമയം അദ്ദേഹത്തിന്റെ ഫാദർ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാളായിരുന്നു ധീരുഭായ് അംബാനി. അപ്പൊ അവരുടെ കൂടെ ഇരുന്ന് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി അത് ഒബ്സർവ് ചെയ്യാണ്. അദ്ദേഹം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണ് സംസാരിക്കുന്നത്, എങ്ങനെയാണ് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത്, ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഒരു ഷാഡോ പോലെ അദ്ദേഹത്തിന് നടന്ന് മനസ്സിലാക്കിയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. റൈറ്റ്. സോ അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ അപ്ലയൻസ് നിങ്ങൾ ഫിസിക്കലായിട്ട് അസോസിയേഷനിൽ അറ്റൻഡ് ചെയ്യണം, അപ്ലൈനുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യണം എന്ന് പറയുന്നത് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. മനസ്സിലല്ലേ? ഈ രണ്ട് കാര്യങ്ങളും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. റൈറ്റ്. ഈ രണ്ട് കാര്യങ്ങൾ, ഈ ഷാഡോ ലേണിങ്ങും ഫ്രോം ദ സിസ്റ്റത്തിൽ നിന്നുള്ള ലേണിങ്ങും വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒരു എന്റർപ്രണർഷിപ്പ് ജേണിയിൽ. സോ ഞാൻ ബിസിനസ് ചെയ്യുന്ന സമയത്ത് നമുക്കൊന്നും ഇങ്ങനെയുള്ള ഒരു എന്താ പറയാ ഒരു വിധ ഓപ്ഷനോ ഉണ്ടായിരുന്നില്ല. ഈ ഫിസിക്കൽ അസോസിയേഷൻ അല്ലാത്ത വേറെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. ഈവൻ നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് ആയിരിക്കുന്നു, ഫിസിക്കലി ടയർഡ് സമയത്തും അസോസിയേഷൻ എന്ന് പറയുന്നത് മിസ് ചെയ്യാറുണ്ടായിരുന്നില്ല. ഇത് എങ്ങനെയാണ് ഞാൻ എങ്ങനെയാണ് റീചാർജ് ചെയ്തിരുന്നത് എന്നുള്ളതാണ് ഞാൻ ഇങ്ങോട്ട് പറഞ്ഞത്. സോ ഈ രണ്ട് കാര്യങ്ങളും ഒരു 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 ബിയോണ്ട് ഇൻഫിനിറ്റി ബിൽഡ് ചെയ്യുന്നതിൽ നമ്മുടെ ടീമിന്റെ ഭാഗമായിട്ടുണ്ട് ഓൾറെഡി.
വേറൊരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ എന്തിനാണ് സച്ചിൻ ഭായിയുമായിട്ട് സംസാരിക്കേണ്ട കാര്യം എന്ന് മൈത്താൻ, വിയറ്റ്നാമിൽ നിന്ന് മൈത്താൻ എന്നോട് പറഞ്ഞ സമയത്ത് ഞാൻ ആകെ വണ്ടറായി പോയി. ഇതെന്താണ് അറിയുന്നത്, എന്തിനാണ് ഇത് ഇങ്ങനെ ചെയ്യേണ്ട കാര്യം? ഈ മറ്റുള്ള കമ്പനികളൊക്കെ ആളുകളെ ബിസിനസ് ബിൽഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുകയാണ്. സോ ബിയോണ്ട് ഇൻഫിനിറ്റി ബിസിനസ് ആളുകളെ ബിൽഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഞാനിത് പറയാൻ കാരണം, എനിക്ക് ബിസിനസ്സിൽ വന്നിട്ട് എൻ്റെ ലൈഫിൽ എൻ്റെ തോട്ടില് ഉണ്ടായിരിക്കുന്ന മാസീവ് ചേഞ്ച് എന്ന് പറയുന്നത് ഈ ബിസിനസ്സിൽ വന്നത്. ഇനി മൂന്നാമത്തെ കാര്യം, ബിയോണ്ട് ഇൻഫിനിറ്റിന്റെ പ്രത്യേകതയിൽ ഗ്രോത്ത് ആണ്. ഓരോ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളും വളരെ സ്പിരിച്വലി അവര് വളരെ ഡിസിപ്ലിൻഡ് ആണ്. പലരും ചിന്തിക്കും ഞാൻ സക്സസ്ഫുൾ ആയതിനു ശേഷം സ്പിരിച്വലി പ്രോപ്പർ ആയിക്കോളാം എന്ന്. ഓരോ ഞാൻ ഈ ബിസിനസ്സിൽ ഒരുപാട് ഫൈനാൻഷ്യൽ ഗ്രോത്തും കണ്ടിട്ടുണ്ട്, ഒരുപാട് ഫൈനാൻഷ്യൽ പ്രോബ്ലം ഫേസ് ചെയ്തിട്ടുണ്ട്. മുകളിലേക്കും പോയിട്ടുണ്ട്, താഴേക്കും വന്നിട്ടുണ്ട്. ഈ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചിരുന്ന് പിന്നെ ക്ഷേത്രത്തിൽ പോവാ, പള്ളിയിൽ പോവാ എന്നൊക്കെ പറയുന്നതാണ് സ്പിരിച്വാലിറ്റി എന്നാണ് ഞാൻ വിചാരിച്ചത്. എങ്ങനെയാണ് ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനെ നമുക്ക് വളരെ സ്മൂത്ത് ആയിട്ട് കൈകാര്യം ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ളതാണ് സ്പിരിച്വലി അല്ലെങ്കിൽ സ്പിരിച്വലി നമ്മൾ ഡെവലപ്പ് ആവുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ കഴിവ്. ട്രഡീഷണൽ ബിസിനസ്സിൽ ഇങ്ങനെ ഒരു ചാൻസ് വളരെ കുറവാണ്. ഈ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ലീഡർഷിപ്പ് ബേസ് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ ഒരു 2 വർഷം മുമ്പ് VP സച്ചിൻ ഭായ് മുഖാന്തരം ഒരു സ്പിരിച്വൽ ഗ്രൂപ്പ് ട്രെയിനിങ്സിൽ ഞാൻ അറ്റൻഡ് ചെയ്യുകയുണ്ടായി. നമ്മള് BAയുടെ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബിസിനസ് ഗ്രോത്തിന് അവസരങ്ങൾ കൂടി നമുക്ക് ഉണ്ടായി വരികയാണ് ചെയ്യുന്നത്. ഈ ഒരു സ്പിരിച്വൽ ഗ്രോത്ത് എൻ്റെ ബിസിനസ്സിലെ സക്സസ്ഫുൾ ജേണിയിലേക്ക് പോകുന്നതിന് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒന്നാണ്. സച്ചിൻ ഭായ് ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം വേൾഡ് കപ്പ് ജയിച്ച സമയത്ത് ഇൻസ്റ്റഗ്രാമില് ഒരു പോസ്റ്റ് ചെയ്തിരുന്നു. എത്ര ആൾക്കാർ വാച്ച് ചെയ്തിട്ടുണ്ടാവുന്ന അറിയില്ല. റൈറ്റ്. അതോടൊപ്പം
ഫിനാൻഷ്യൽ ഗ്രോത്ത്. നമ്മള് സ്പിരിച്വലി ഗ്രോ ആവുന്ന സമയത്ത് ഫിനാൻഷ്യലി കൂടി നമ്മൾ ഗ്രോ ആവുന്ന സമയത്ത് സംഭവിക്കുന്നത് രണ്ടും കൂടി വളരെ ഒരു കമ്പൈൻ ആയിട്ട് മുന്നോട്ട് പോകും. ത്രൂ സച്ചിൻ ഭായ് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ഈ കമ്പനിയിൽ അല്ലെങ്കിൽ ഈ നമ്മുടെ ഓർഗനൈസേഷനിൽ ഒരു 100 ആളുകള് $1 ബില്യൺ ഉണ്ടാക്കുന്നതിനെക്കാട്ടും എനിക്കിഷ്ടം 5000 ആളുകള് $500 ഉണ്ടാക്കുന്നതാണ്. അതിനർത്ഥം ഒരുപാട് ആളുകള് ഏൺ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഫാമിലികളിലേക്ക് ബിസിനസ് എത്തുകയും അവരുടെ ലൈഫ് ചേഞ്ച് ചെയ്യുകയും ചെയ്യും. റൈറ്റ്. സോ കൂടുതൽ ആളുകൾ ഏൺ ചെയ്യുന്ന സമയത്ത് ലൈഫുകൾ ചേഞ്ച് ആവാണ് ചെയ്യുന്നത്. സോ എല്ലാവരും BI കളിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണല്ലോ അല്ലെ. സോ ഇതേ രീതിയിൽ എല്ലാവർക്കും ഉണ്ടാക്കാനുള്ള ഒരു സ്ട്രാറ്റജിയാണ് ചെമ്പായിന്റെ BI ലീഗ് എന്ന് പറയുന്നത്. നിങ്ങൾ എത്ര പുതിയ ആളാണ് സിസ്റ്റം എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് BIയിൽ ത്രൂ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താനുള്ള അവസരം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഈ സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബൈ പ്രൊഡക്റ്റ് മാത്രമാണ് ഇവിടെ. റൈറ്റ്. എന്റെ ഒരു തോട്ട് എന്ന് പറഞ്ഞാൽ ആണ് ഈ പ്രിൻസിപ്പിൾസ് എല്ലാം എന്നിലേക്ക് അട്രാക്ട് ചെയ്യപ്പെട്ടത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഫേസ്ബുക്കിലും മറ്റും ഒരുപാട് ആഡുകൾ ഫിനാൻഷ്യലി ഗ്രോ ആവാൻ ഒരുപാട് വഴികളും. റൈറ്റ്. ഇവിടെ നമ്മൾ ക്രിയേറ്റിംഗ് മണി എന്നതിനപ്പുറത്തേക്ക് നമ്മളിവിടെ ചെയ്യുന്നത് ഒരു ക്രിയേറ്റിംഗ് വെൽത്ത് ആണ്, അസെറ്റ്. ഞാൻ ഇന്നും എന്റെ അപ്ലയൻസിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് അസറ്റുകൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ തന്നെ. റൈറ്റ്. ഇവിടെ നമുക്ക് സ്പിരിച്വൽ ഗ്രോത്തും ഫൈനാൻഷ്യൽ ഗ്രോത്തും ഒരുമിച്ച് തന്നെ ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്.
ഈ പൈസയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അതായത് നമ്മള് എന്താണോ പണം ചെലവാക്കുന്നത് അതിനനുസരിച്ചായിരിക്കും പണം നമ്മളിലേക്ക് എത്തുന്നുണ്ടാവുക. മനസ്സിലായില്ലേ? റൈറ്റ്. കഴിഞ്ഞ കുറഞ്ഞ വർഷങ്ങളായിട്ട് ഈ പ്രോസസ്സിന്റെ കൂടെയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്തത് നമ്മളെ 4ാമത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ലീഡർഷിപ്പ് പ്രോഗ്രാംസ് ആണ്. So the leadership program ഈ ഫിനാൻഷ്യൽ സക്സസ് എന്ന് പറഞ്ഞത് വർഷം പറഞ്ഞു ഒരു കമ്പനിയുടെ ഒരു ആയിട്ട് ഒരാൾ വരുമ്പോഴേക്കും ഏറ്റവും ചുരുങ്ങിയത് ഒരു 20-25 വർഷം സമയം എടുക്കും. റൈറ്റ്. ഇവിടെ നമുക്ക് അത്രയും സമയമൊന്നും ഇല്ല. ഇവിടെ നമുക്ക് ഒരു 5 വർഷമാകുമ്പോൾ നമുക്ക് ഉയരങ്ങളിലേക്ക് എത്തണം, ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തണം. ഏറ്റവും ബേസിക് ആയിട്ട് LS, LDC, CTC. സോ ഇതെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വി പാർട്ട്ണർ സച്ചിൻ ഭായും വിജോയിതയാണ്. ഇതെല്ലാം അവർ ക്രിയേറ്റ് ചെയ്യുന്ന അവരുടെ എക്സ്പീരിയൻസിൽ നിന്നും അവരുടെ ഫെയിലിയറിൽ നിന്നും ആണ് അവർ ഈ കാര്യങ്ങൾ നമുക്ക് വേണ്ടി സെറ്റ് ചെയ്യുന്നത്. സോ നിങ്ങൾ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ BI ബൊണാൻസ ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഒരാളാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഈ ഒരു റോഡ് മാപ്പ് ട്രെയിനിങ്സ് അറ്റൻഡ് ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻസ് നിങ്ങൾ ഓൾറെഡി കവർ ചെയ്യും. ഒരിക്കലും ഈ ക്യാമ്പുകളല്ല നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. ഈ ക്യാമ്പുകളിൽ നിങ്ങളെ ഒരുപാട് കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ക്യാമ്പുകളാണ്. ഓക്കെ. നമ്മൾ ഈ ക്യാമ്പുകൾ അറ്റൻഡ് ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് നമ്മൾ ഒരുപാട് മിസ്റ്റേക്കുകൾ ചെയ്യാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ നമ്മൾ എന്തിനാണ് മിസ്റ്റേക്ക് ചെയ്തിട്ട് കാര്യങ്ങൾ പഠിക്കുന്നതിന് നല്ലത് നമുക്ക് ഈ ക്യാമ്പുകളിൽ പോയിട്ട് മിസ്റ്റേക്ക് ചെയ്യാതെ കാര്യങ്ങൾ കൂടുതൽ ഭംഗിയായിട്ട് പഠിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഇപ്പൊ കഴിഞ്ഞ LDC നടക്കുന്ന സമയത്ത് ഞാൻ അവിടെ സർവേ ചെയ്യാനായിട്ട് പോയിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ സെപ്റ്റംബർ 4 ദിവസത്തെ ക്യാമ്പ് കഴിഞ്ഞ സമയത്ത് കിട്ടിയ ലേണിങ്സ് എന്ന് പറഞ്ഞാൽ അൺബിലീവബിൾ ലേണിങ്സ് ആയിരുന്നു. കോർപ്പറേറ്റിൽ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരുപാട് ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കോർപ്പറേറ്റ് ട്രെയിനിങ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതൊന്നും ഈ ഒരു ലീഡർഷിപ്പ് ക്യാമ്പുമായിട്ട് കമ്പയർ ചെയ്യാൻ പോലും പറ്റൂല. അതിനേക്കാളും എത്ര ഉയർന്നു നിൽക്കുന്നതാണ് ഈ ട്രെയിനിങ്സുകൾ. ദെൻ CTC, കോച്ച് ടു കോച്ച്. എങ്ങനെയാണ് നമ്മളൊരു ഗ്ലോബൽ ബിസിനസ് റൺ ചെയ്യുന്നത്, എങ്ങനെയാണ് ആ ഒരു സിസ്റ്റം നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്, അതിൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് അവിടെ നമുക്ക് പറഞ്ഞു തരുന്നത്.
എങ്ങനെയാണ് ഒരു ജനറേഷൻ അടുത്തൊരു തലമുറയിലേക്ക് തന്നെ വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാന്നുള്ളത് CTC പറയുന്നു. ഒരിക്കൽ ശാന്തനു ഞങ്ങളൊരു 10-30-40 ആളുകളുമായിട്ട് ഒരു അസോസിയേഷൻ സംസാരിക്കുകയായിരുന്നു പറ്റിയിട്ട്. അന്ന് എനിക്കൊന്നും അറിയില്ല. അന്ന് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ക്വാളിഫൈ ദ റോഡ് മാപ്പ് ആൻഡ് നിങ്ങളുടെ ജേണി വളരെ ഫാസ്റ്റ് ആയിരിക്കും. സോ ആരൊക്കെയാണ് ഈ റോഡ് മാപ്പുകൾ എത്രയും പെട്ടെന്ന് ക്വാളിഫൈ ചെയ്യുന്നത്? അവർക്ക് ഇതൊരു ഡെസ്റ്റിനേഷൻ അല്ല, പക്ഷെ ഇത് നിങ്ങളുടെ ഒരു മൈൽ സ്റ്റോൺ ആയിട്ട് ദെൻ അഞ്ചാമത്തെ പോയിന്റ്, സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും, ഇവിടുന്ന് ഓരോ അപ്ലയൻസും ഒരു വരുന്ന ബാക്ക്ഗ്രൗണ്ട് എക്സ്പീരിയൻസ്, അവരുടെ 10 വർഷം 15 വർഷം 20 വർഷത്തെ കോർപ്പറേറ്റ് എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ് നമുക്ക്. അതും ഫ്രം വ്യത്യസ്ത നമ്മുടെ സമൂഹത്തിന്റെ വ്യത്യസ്ത നിലകളിൽ ജോലി ചെയ്യുന്ന ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, ചാർട്ടേഡ് അക്കൗണ്ടൻസ്, ബാങ്കേഴ്സ്, സെയിൽസ് ഹെഡ്, VPs. സോ വ്യത്യസ്തമായ മേഖലയിൽ നിന്നുള്ളവര് നമ്മളെ കൂടെ ഉണ്ട്. സോ ശാന്തനു ആണ് ഒരു കൺസൾട്ടിങ് ഗ്രൂപ്പിന്റെ. അതേപോലെ തന്നെ മനീഷ് കുമാർ ആണെങ്കിൽ ഒരു ബാങ്കിന്റെ എന്താ പറയുക കാർഡ് ഹെഡ് ആയിരുന്നു അദ്ദേഹം, ബാർക്ലേസ് ബാങ്കിന്റെ. അപ്പൊ ഇവരൊക്കെ നല്ല രീതിയിൽ ജോലി ചെയ്തിരുന്ന ആൾക്കാരാണ്. അവിടെ നിന്നാണ് അവര് ഇതിലേക്ക് എത്തുന്നത്. റൈറ്റ്. വ്യത്യസ്തമായ രാജ്യങ്ങളിലും വ്യത്യസ്തമായ മാർക്കറ്റുകളിലും ഇതുപോലെ ആളുകളുണ്ട്. വീണ്ടും ഞാൻ LDCയിലേക്ക് വരണം. LDC കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ഇന്ത്യയിൽ നിന്നുള്ള ആളുകൾക്കും വിയറ്റ്നാമിൽ നിന്നുള്ള ആളുകൾക്കൊക്കെ സെർവ് ചെയ്യുന്ന സമയത്ത് ഓരോരുത്തരും അവരവരുടെ എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്യും. അത് നമുക്ക് വലിയ ലേണിങ്സ് ആണ്. ഫിഫ്ത്ത് പോയിന്റ്, അവസാനത്തെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സച്ചിൻ ഭായി എപ്പോഴും പറയുന്ന കാര്യമുണ്ട്, നമ്മൾ BI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സന്തോഷകരമായ ഒരു കമ്മ്യൂണിറ്റിയാണ് ബിൽഡ് ചെയ്യുന്നത്. നമ്മൾ ബിസിനസ്സോ അല്ലെങ്കിൽ ഏണിങ്സോ ടീം ഒന്നുമല്ല. വി ആർ ബിൽഡിങ് എൻ ഹാപ്പി കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ. കാരണം നമ്മള് സന്തോഷത്തോടു കൂടി ഇരിക്കുമ്പോൾ മാത്രമേ നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും സ്മൂത്തില് മുന്നോട്ട് പോവുള്ളൂ.
ഞാൻ നേരത്തെ പറഞ്ഞു സച്ചിൻ ഭായിന്റെ ഒരു വിഷൻ എന്താണെന്ന്. അതൊക്കെ ഒരാള് കൂടുതൽ പൈസ ഉണ്ടാക്കുന്നതിനേക്കാളും ഇഷ്ടം ഒരുപാട് പേര് കുറേശ്ശെ ഉണ്ടാക്കുന്നതാണ്. റൈറ്റ്? നിങ്ങൾ ഞാൻ പറയുന്ന കാര്യത്തോട് യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൈ തംസപ്പ് അടിക്കുക, അല്ലെങ്കിൽ തംസ് ഡിസഗ്രി ചെയ്യുക. ആക്ഷൻ. പിന്നെ ഈ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പൊ സച്ചിൻ ഭായി ഒരിക്കലും നിങ്ങള് ഒരു അപ്ലയൻസുമായിട്ടോ അല്ലെങ്കിൽ രണ്ടാളുമായിട്ട് മാത്രം ഒരു തടസ്സം നിങ്ങൾക്കില്ല. നിങ്ങൾക്ക് എത്ര അപ്ലയൻസിലേക്കും കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഈ BI നിങ്ങൾക്ക് തരുന്നുണ്ട്. റൈറ്റ്? ഇങ്ങനെ ഒരു അപ്ലയൻസുമായിട്ട് നമുക്ക് വളരെ നല്ല രീതിയിൽ കണക്ട് ചെയ്യാനും അവരുടെ എന്താ പറയാ അവരിൽ നിന്ന് ഒരുപാട് ലേണിങ്സ് എടുക്കാനും അതിലൂടെ നമുക്ക് ബിൽഡ് ചെയ്യാനും ഒരു ഓപ്പർച്യൂണിറ്റീസ് ഈ BI നമുക്ക് പോസിബിൾ. നമുക്ക് ഇതിനകത്ത് ഒരു ഓപ്ഷൻ ഉണ്ട്. റൈറ്റ്? ഇതൊന്നും മറ്റൊരു ഓർഗനൈസേഷനിലും നമുക്ക് കിട്ടുന്നതല്ല. അതാണ് BI എന്ന് പറയുന്നത്, ബിയോണ്ട് ഇൻഫിനിറ്റി എന്ന് പറയുന്നത്. കമ്പയറിംഗ് ടു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സുകളാണ് നിങ്ങളോട് പറഞ്ഞത്. ഇതാണ് എന്നെ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ 5 വർഷമായിട്ട് ഈ ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിർത്തുന്നത്. സോ എനിക്ക് ഈ ബിസിനസ്സിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്റെ ബിസിനസ് ഫിനാൻഷ്യലി വലിയൊരു ഒരു ബ്രേക്കിംഗ് വന്ന സമയത്ത് ഞാൻ മെന്റലി ഭയങ്കര ക്രാക്ക്ഡ് ആയിരുന്നു. റൈറ്റ്? ആ സമയത്ത് എന്റെ മൈൻഡിൽ ഒരുപാട് ചോദ്യം ഉയർന്ന സമയമായിരുന്നു. ഇത് പ്രോപ്പർ പ്ലാറ്റ്ഫോം ആണോ? എന്റെ ഈ പോക്ക് ശരിയാണോ? റൈറ്റ്? ഇത് തന്നെയാണോ എന്റെ ഫ്യൂച്ചർ? ഇങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ആ സമയത്ത്. റൈറ്റ്? ആ സമയത്ത് എന്നെ ഹെൽപ്പ് ചെയ്തത് സച്ചിൻ ഭായി ആയിരുന്നു. സോ ഞാനൊരു വീഡിയോ പ്ലേ ചെയ്യാൻ വേണ്ടി പോകും. നിങ്ങളെ ഈ വീഡിയോയിൽ ഇമാജിൻ ചെയ്യുക. ഓക്കെ, പ്ലീസ് വാച്ച് ഇറ്റ്. സി, ഈ കുട്ടി എന്നെ പോലെ ആയിരുന്നു. ഞാൻ ആരുടെയും ഹെൽപ്പ് സ്വീകരിക്കുന്നില്ല. സോ ഇതുപോലെയായിരുന്നു എന്റെ അപ്ലൈൻ എന്നെ ഹെൽപ്പ് ചെയ്തത്. എനിക്ക് ആ ഒരു ചുമര് മാത്രമേ കാണാൻ വേണ്ടി പറ്റുന്നുള്ളൂ. എനിക്ക് എന്റെ അപ്ലയൻസിനെ കാണാൻ വേണ്ടി പറ്റുന്നില്ല. പക്ഷെ അവര് എന്റെ പുറകിൽ നിന്ന് എന്നെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുക എന്നാണ്. എന്നെ ഈ ഒരു കയറ്റം കയറാൻ വേണ്ടി. ഞാൻ അപ്പോഴും അവരോട് പറയുന്നു, എനിക്ക് പറ്റൂല, എന്നെ കൊണ്ട് വയ്യ.
പക്ഷെ സ്റ്റിൽ എന്നെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അവര്. ഗോ 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 എന്ന് പറഞ്ഞിട്ട്, റൈറ്റ്. സോ എല്ലാ ശ്രമങ്ങളിലും ഞാൻ വീണ്ടും നിർത്താൻ വേണ്ടി അല്ലെങ്കിൽ അതിൽ നിന്ന് പിന്തിരിയാൻ വേണ്ടി ഞാൻ ശ്രമിക്കുമ്പോഴും എന്നെ അതിൽ നിന്ന് പിന്തിരിക്കാതെ അവര് വീണ്ടും വീണ്ടും ഓരോ സ്റ്റെപ്പിലും എന്നോട് എവിടെ കാല് വെക്കണം എന്നെല്ലാം പറഞ്ഞിട്ട് അവരെന്നെ പുഷ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ ഇതായിരുന്നു എൻ്റെ ലൈഫ്. റൈറ്റ്. ഇതാണ് ചുരുക്കി പറഞ്ഞാൽ BI എന്ന് പറഞ്ഞാൽ ഇതാണ്, റൈറ്റ്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന്, പക്ഷേ BI ക്രിയേറ്റ് ചെയ്ത ഇതിന്റെ ഫൗണ്ടേഴ്സ് ദർ 100% അവർ വിശ്വസിക്കുന്നുണ്ട് നിങ്ങൾ എല്ലാവരുടെയും കൈ പിടിക്കാൻ അവർക്ക് പറ്റുമെന്നുള്ളത്, റൈറ്റ്. ഈ നമ്മളെ VP സച്ചിന്റെയും ബിജോയുടെയും ദാദയുടെയും ഹാർട്ടാണ് ഈ ബിസിനസ്സിൽ. ഓക്കെ, സോ എന്റെ വാക്കുകൾ ഞാൻ ചുരുക്കുകയാണ്. എല്ലാവർക്കും ഒരു സൂപ്പർ ഡൂപ്പർ എക്സൈറ്റഡ് ആയിട്ട് ഒരു BICC ആവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ബൈ, സി യു.